السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. باب النهي عن ترك النار في البيت عند النوم ونحوه سواء كانت في سراج أو غيره. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, റിയാദു സാലിഹീനിൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഏറെ ശ്രദ്ധ പുലർത്തേണ്ടുന്ന ഒട്ടേറെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ അധ്യായത്തിൽ ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് നമ്മുടെ ചില പ്രധാനപ്പെട്ട മര്യാദകൾ എല്ലാ വീടുകളിലും അതുപോലെ തന്നെ രക്ഷിതാക്കളും ബന്ധപ്പെട്ടവരും എല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന ചില പ്രധാനപ്പെട്ട അദബുകൾ. അതാണ് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ബാബുൻ നഹി അൻ തർക്കിന്നാർ. അന്നഹിയു അൻ തർക്കിന്നാർ, തീ ഉപേക്ഷിച്ചിടരുത്. നഹി എന്ന് പറഞ്ഞാൽ വിരോധം, വിരോധിക്കപ്പെട്ട കാര്യമാണ്. അൻ തർക്കിന്നാരി, തീ ഒഴിച്ചിടൽ. തറക്ക എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, തറക്ക ഉപേക്ഷിച്ചു, തർക്ക് ശരീകരിക്കുമ്പോൾ മനസ്സിലാവും. ഹദീസുകൾ ഓരോന്നും കേൾക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാവും. എവിടെ? ഫിൽ ബൈത്തി, വീടുകളിൽ തീ ഇട്ടുപോകരുത്. ഇൻദൻ നൗമി, ഉറങ്ങുന്ന വേളയിലും, വനഹ്വിഹി, അതേപോലെയുള്ള സന്ദർഭങ്ങളിലുമൊക്കെ. സവാഉൻ കാനത്ത് ഫീ സിറാജിൻ ഔ ഗൈരിഹി, ആ തീ വിളക്കിൻ്റെ തീയായാലും ഇനി മറ്റേതെങ്കിലും തീകളാണെങ്കിലും ഒക്കെ സമമാണ്. ഇതാണ് ഈ അധ്യായത്തിൽ പറയാൻ പോകുന്ന വിഷയങ്ങൾ. അതായത് തീപിടുത്തമുണ്ടാകാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ള നിലക്ക് തന്നെ ഓരോ വശങ്ങളെയും പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. വീടുകളിൽ പണ്ട് കാലഘട്ടങ്ങളിൽ ഇലക്ട്രിക്, നമ്മുടെ ഇന്നത്തെ പോലെയുള്ള ബൾബുകളോ വൈദ്യുതി സംവിധാനങ്ങളോ ഒന്നും അല്ലല്ലോ ഉള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ന് പാചകം ചെയ്യുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ആ നിലക്കുള്ള സ്റ്റൗ, ആ വിധത്തിലുള്ള സംവിധാനങ്ങളും അല്ല ഉള്ളത്. അന്നുള്ളത് നമുക്കെല്ലാവർക്കും, നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ ആ ഒരു കാലഘട്ടത്തിൽ വെളിച്ചത്തിന് വേണ്ടി റൂമുകളിലും വീടുകളിലൊക്കെ ഉപയോഗിക്കുക എന്താണ്? എണ്ണയിൽ കത്തുന്ന തിരികൾ അതിന് തീ കൊളുത്തി അതാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത്. അതുപോലെ തന്നെ പാചകം ചെയ്യാൻ അടുത്ത കാലം വരെയും നമ്മുടെയൊക്കെ വീടുകളിൽ അടുപ്പ് കത്തിക്കുന്ന സംവിധാനം ഇപ്പോഴുമുണ്ട്, തീ കത്തിക്കുന്ന സംവിധാനം. മുമ്പ് കാലത്ത് അത് മാത്രമേ അല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ തീ കെടുത്താതെ കിടക്കാൻ പാടില്ല, അശ്രദ്ധമായി തള്ളിവിടരുത്. അത് വെളിച്ചത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി കത്തിച്ചതാണെങ്കിലും പാചകാവശ്യാർത്ഥം കത്തിച്ചതാണെങ്കിലും സമമാണ്. അതാണ് ഇവിടെ സവാഉൻ കാനത്ത് ഫീ സിറാജിൻ ഔ ഗൈരിഹി എന്ന് പറയാൻ കാരണം. സിറാജ് എന്ന് പറഞ്ഞാൽ വിളക്ക്. പണ്ട് അത് പുരോഗമിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നീട് പാനൂസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്ലാസിൻ്റെ കൂട്ടിൽ ഇത് വിളക്ക് കത്തിച്ചു നോക്കും. അപ്പോഴും മണ്ണെണ്ണ വിളക്ക് തന്നെയാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിളക്കുകളായിരിക്കും. അതിന് ലൈറ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് ഗ്ലാസ് കൊണ്ട് മറച്ചത്. അതൊക്കെ ഇപ്പം ഒന്ന് വല്ല മ്യൂസിയങ്ങളിലും പോകേണ്ടി വരും കാണണമെന്നുണ്ടെങ്കിൽ. പക്ഷെ നമ്മളുടെയൊക്കെ കുറേ ചെറുപ്പത്തിലൊക്കെ നമ്മൾക്കിതൊക്കെ കണ്ടു പരിചയമുണ്ടല്ലോ. അതേമാതിരി ചൂട്ട് കത്തിച്ചിട്ടാണ് നമ്മൾ പോവുക, പുറത്തേക്ക് പോകും. മദ്രസയിലേക്ക് പോകുമ്പോൾ ചൂട്ട് മിന്നിയിട്ട് ഇങ്ങനെ കത്തിച്ചിട്ട് പോവും. അതുപോലെ തന്നെ ഈ ബാമ്പു, ഈ ഓടണ്ടല്ലോ, ഓടയിൽ എണ്ണ ഒഴിച്ചിട്ട് അതിനൊരു
തുണിക്കഷ്ണം കൊണ്ട് അതിൻ്റെ തലഭാഗത്തൊരു അതിപ്പോഴും ഉണ്ട് പ്രകടനത്തിന്, പന്തം കൊളുത്തി പ്രകടനത്തിനൊക്കെ ഇപ്പം ഇന്ന് കാണുള്ളൂ. സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉള്ള കാലത്ത് വെളിച്ചത്തിന് വേണ്ടി ആരും അത് കത്തിക്കുന്നില്ല. അന്ന് അതൊക്കെയാണ് സംവിധാനങ്ങൾ, നമുക്കെല്ലാവർക്കും അറിയാം. വീടുകളിലാണെങ്കിൽ മണ്ണെണ്ണ വിളക്ക്, റേഷൻ കടയിൽ നിന്ന് നമുക്ക് റേഷൻ മണ്ണെണ്ണ കിട്ടേണ്ടിയിരുന്നു. മണ്ണെണ്ണ അല്ലെങ്കിൽ ഒരു നിവൃത്തിയില്ല, പിന്നെ മെഴുകുതിരിയാണ് ആകെ ആശ്രയിക്കാനുള്ളത്. ഇതൊക്കെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അധികമൊന്നും പോണ്ട, അറബ് നാട്ടും കാര്യമൊന്നും പോണ്ട. അത് ഹദീത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാലത്ത് അതിനേക്കാൾ അപ്പുറമാണ്. അടുത്ത കാലം വരെ നമ്മുടെയൊക്കെ നാടുകളിലും സ്ഥിരമായി വീടുകളിൽ ഈ ലൈറ്റ് സംവിധാനങ്ങളൊക്കെ വരുന്നതിൻ്റെ മുമ്പ് ഒക്കെ ഇതന്നെയായിരുന്നു. മണ്ണെണ്ണ വിളക്കാണ്, അടുപ്പാണ്, മറ്റുള്ള സംവിധാനമൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഈ തീ ഉപയോഗപ്പെടുത്തുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിന് ഒരു കാര്യവും പറയാൻ ബാക്കി വിട്ടുപോയിട്ടില്ല. അശ്രദ്ധമായിട്ട് തീ ഒഴിവാക്കി വിടരുത്. അപ്പോൾ വിളക്കാണെങ്കിലോ വിളക്ക് അണച്ചു വെക്കണം. എത്രയോ ആളുകൾക്ക് അനുഭവങ്ങളില്ലേ. നമ്മളൊക്കെ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് വായിക്കുന്ന സമയങ്ങളിൽ പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചിട്ടാണ്. അപ്പോൾ ഈ ഓലപ്പായിൽ കിടന്നിട്ട് ഈ മണ്ണെണ്ണ വിളക്കും കത്തിച്ചിട്ട് ഇങ്ങനെ കിടന്ന് നമ്മൾ വായിച്ചാണ് ഉറങ്ങിപ്പോകും. ഉറങ്ങിപ്പോയി കഴിഞ്ഞിട്ട് ഈ മണ്ണെണ്ണ വിളക്ക് തട്ടിമറിയും നമ്മളെ കൈ കൊണ്ടിട്ട് തലയണയുടെ ഒരു ഭാഗവും പായൻ്റെ ഒരു ഭാഗവും കത്തി ശരീരത്തിൽ ചൂട് വരുമ്പോഴാണ് നമ്മൾ എഴുന്നേൽക്കുക. ഇതൊക്കെ ഇപ്പോൾ അനുഭവിച്ച കാര്യങ്ങളല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾ. വീട്ടിലെ അടുപ്പിലെ തീ ശരിക്ക് കെടുത്തിക്കളയണം എന്നാണ്. കനലുകൾ ബാക്കിയിടാൻ പാടില്ല. ഒരു കനലുണ്ടായാൽ മതി. ഒരു കാറ്റടിച്ചാൽ പറന്നു പോയ ഓലപ്പെരകളാണെന്നുണ്ടത് തീപിടുത്തുണ്ടാവും, വീടുകൾ കത്തിക്കരിഞ്ഞു പോകും, എന്തെല്ലാം അപകടങ്ങളുണ്ടാകും. ഒരുപാട് കാരണങ്ങൾ. ഇപ്പം ഇന്നും ഡെസർട്ടുകളിൽ നമ്മൾ പോകുമ്പോൾ ഇന്ന് ഈ ചുടാനൊക്കെ പോകുന്നിടത്തുനിന്നൊക്കെ ഇതൊക്കെ ഈ നിയമം ബാധകമാണ്. ആളുകൾക്ക് നമ്മൾ ചുടലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കടലൊക്കെ എടുത്താതെ ഇട്ടിന് പോരുകയാണ്. വേണമെങ്കിൽ അതിൻ്റെ മേലൊരിത്തിരി വേറൊരാൾ വന്നതിൽ ചെന്ന് ചവിട്ടിയാലോ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകും. അപ്പം ഏത് കാലഘട്ടത്തിലാണെങ്കിലും അഗ്നി കൊണ്ട് കളിക്കുമ്പോൾ, തീ കൊണ്ട് കളിക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണം. ഇന്നിപ്പോൾ ആധുനിക കാലഘട്ടത്തിലുള്ള പടക്കക്കടകൾക്ക് തീ പിടിക്കുന്നു. എത്ര ജനങ്ങളാണ് മരിച്ചു വീണത്. പടക്കം കൊണ്ടുള്ള കളി, ആഘോഷങ്ങളോടനുബന്ധിച്ചുകൊണ്ട് പൂത്തിരി കത്തിക്കാനും മറ്റ് സംവിധാനങ്ങളും ഗുണ്ടുകളും വാണം വിടലും പോലെയുള്ള 100 കൂട്ടം കാര്യങ്ങൾ ഒക്കെ ഇന്ന് എല്ലാം അഗ്നി കൊണ്ടുള്ള ഏതെല്ലാം സംവിധാനങ്ങളുണ്ടോ എല്ലാത്തിലും ശ്രദ്ധിക്കണം എന്നാണ്. അതാണ് ഈ അധ്യായം. അതാണ് ബാബുൻ നഹി അൻ തർക്കിന്നാർ. വിരോധിക്കപ്പെട്ട കാര്യമാണ് തീ വെറുതെ ഇടരുത്. ഫിൽ ബൈത്തി, വീട്ടിൽ, എന്തൻ നൗമി, ഉറങ്ങുന്ന വേളയിൽ. എന്താ ഉറങ്ങുന്ന വേളയിൽ എന്ന് പറയാൻ കാരണം? നമ്മൾ ശ്രദ്ധിക്കൂല, നമ്മൾ അശ്രദ്ധയിലാണ്. ഇതിൽ പെടുന്നതാണ് ഇന്നിപ്പോൾ ആധുനിക പണ്ഡിതന്മാർ വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, മനുഷ്യന് അപകടകരമായ വിധത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് തോന്നുന്ന ഹീറ്ററുകൾ ഉണ്ടെങ്കിൽ അതുവരെ ഓഫ് ചെയ്യണം. ചില ഹോട്ടലുകളിലൊക്കെ ആളുകൾ ചിലയിടങ്ങളിലൊക്കെ പോയി താമസിക്കുമ്പോൾ തീ വിറകിട്ട് കത്തിച്ചിട്ട്, ഹീറ്ററൊന്നും ആവില്ല, വിറകിട്ട് കത്തിക്കുന്ന സംവിധാനങ്ങൾ തന്നെയായിരിക്കും, ഇതിൻ്റെ പുറത്ത് കിടന്നുറങ്ങും. അതിൽ നിന്ന് തീ പടർന്നാലോ? അങ്ങനെ പടർന്ന് അപകടമുണ്ടാകുവാൻ സാധ്യതയുള്ള ഏതെല്ലാം തീയുണ്ടോ അതൊക്കെ അണച്ച് കിടന്നോളണം. അതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അന്നഹിയു അൻ തെർക്കിൻ നാരി, തീ ഉപേക്ഷിച്ചിടൽ വിരോധിക്കപ്പെട്ട കാര്യമാണ്. ഫിൽ ബൈത്തി, വീട്ടിൽ, എന്തൻ നൗമി, ഉറക്കിൻ്റെ സമയത്ത്, അതേപോലെ തന്നെ മറ്റ് സന്ദർഭങ്ങളിലൊക്കെ അപകടം ഉണ്ടാവുന്ന കാണുന്നിടത്തൊക്കെ ശ്രദ്ധിക്കണം. അത് വിളക്കുന്നുള്ളതാണെങ്കിലും മറ്റേതാണെങ്കിലും. ഗ്യാസ് സ്റ്റൗ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഓഫ് ചെയ്യാതെ അതിന് ലീക്കുണ്ടെങ്കിൽ, അടച്ചിട്ട റൂമുകളിൽ ലീക്കുള്ള വിധത്തിൽ അത് ലീക്കായിട്ട് വന്നിട്ടുണ്ടാവും. നമ്മൾ പോയി ലൈറ്റ് ഇടാൻ പറ്റൂല. ലൈറ്റ് ഇടുമ്പോഴാണ് പൊട്ടിത്തെറിയും തീപിടുത്തം ഉണ്ടാകുന്നത്. ഗ്യാസ് ഇങ്ങനെ ലീക്കാണ്. ജനവാതിലുകളൊന്നും തുറന്നിട്ടിട്ടില്ല, ഗ്യാസ് നിറഞ്ഞിരിക്കുന്നു. ചിലർക്കൊക്കെ ചിലപ്പോൾ നേരിയൊരു മണം കൊണ്ട് മനസ്സിലാവും, എന്തോ ഒരു മണം വ്യത്യാസം ഉണ്ടല്ലോ. പക്ഷെ അതൊക്കെ ഓർക്കുന്നതിൻ്റെ പോയിട്ട് എന്ത് ചെയ്യും? സ്വിച്ചിടും കിച്ചണിൽ പോയിട്ട്. അതോടുകൂടെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. എത്ര അപകടങ്ങളുണ്ടായി. ശ്രദ്ധിക്കണം എന്നാണ്. തീ ബന്ധപ്പെടുന്ന ഏതെല്ലാം ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ, ഉപയോഗപ്പെടുത്തുന്നവരൊക്കെ വളരെ ശ്രദ്ധിച്ചോളണം. എന്താ ഇസ്ലാം പറയുന്നത്? കാവൽ അള്ളാഹു തരേണ്ടത് തന്നെയാണ്. നമ്മൾ അള്ളാഹുവിൽ കാവൽ അർപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും. വിശ്വാസികളുടെ രാവിലെ ഉണർന്നെഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ അവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെ റബ്ബിൻ്റെ മുമ്പിൽ അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദിക്റുകളും നമുക്ക് പ്രൊട്ടക്ഷൻ തന്നെയാണ്.
പക്ഷേ ഇസ്ലാം ഒരു കാര്യത്തിന് എപ്പോഴും എന്താ പറയുന്നത്? തവാക്കുൽ പാടില്ല, തവക്കുലേ പാടുള്ളൂ എന്നാണ്. എന്താ തവാക്കുലും തവക്കുലും തമ്മിലുള്ള വ്യത്യാസം? എഴുതുമ്പോൾ വാവിൻ്റെ ശേഷം ഒരു അലിഫേ വ്യത്യാസമുള്ളൂ. തവാക്കുൽ, മറ്റൊരു തവക്കുൽ, രണ്ടും രണ്ടാണ്. തവക്കുൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എൻ്റെ കാര്യത്തിൽ ഞാൻ ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ട് ബാക്കി അള്ളാഹുവിൽ ഞാൻ എന്ത് ചെയ്യലാണ്? ഏൽപ്പിക്കലാണ്. എനിക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളൊക്കെ ഒരു വിഷയത്തിൻ്റെ പൂർത്തീകരണത്തിന് ഞാൻ ചെയ്തിരിക്കണം. അത് ചെയ്തിട്ട് ബാക്കി അള്ളാഹുവിൽ എന്ത് ചെയ്യണം? ഏൽപ്പിക്കണം. അതാണ് തവക്കുൽ എന്ന് പറയുന്നത്. തവാക്കുൽ എന്ന് പറഞ്ഞാലോ വെറുതെ പടച്ചോൻ വിരിച്ചതുപോലെ വരും. അത് 4-ാം മാസത്തിൽ അവിടെ ഉമ്മാൻ്റെ വയറ്റിന്ന് അവിടെ റൂഹ് ഊതിയപ്പോൾ തന്നെ കണക്കാക്കിക്കണ്. ഇനിയിപ്പോൾ അത് നമ്മൾ എന്ത് ശ്രദ്ധിച്ചിട്ടും കാര്യമൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ. എല്ലാം അത് വിധി പോലെ വരും എന്നറിയണേ. നമ്മളെ വർത്താനം അങ്ങനെയാണ്. അതൊക്കെ വിധി പോലെ വരും, ഒക്കെ പടച്ചോൻ വിരിച്ചതുപോലെ വരും എന്ന് വിധിയെ പഴിക്കുന്ന സംവിധാനം ഉണ്ടല്ലോ, അത് ഇസ്ലാമിലില്ല. അതുകൊണ്ടാണ് ഇസ്ലാം ഓരോ രംഗത്തും ദുന്യാവിലെ തീ പോലും നമ്മുടെ ശരീരത്തിൽ തട്ടി അപകടമുണ്ടാകരുതെന്ന് ചിന്തിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, റഹ്മാനായ റബ്ബിൻ്റെ റസൂലായ റഹ്മത്തുല്ലിൽ ആലമീനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഭൂമിയിലെ തീ പോലും നിങ്ങളുടെ ശരീരത്തിൽ തട്ടി അപകടം ഉണ്ടാവരുത്. അപ്പോൾ എത്രത്തോളം ആ മുത്ത് മുസ്തഫ ലോകത്തിൻ്റെ ജനങ്ങളോട് കാരുണ്യമുള്ള നിയമങ്ങളാണ് പഠിപ്പിച്ചത്. ആ റഹ്മത്തുല്ലിൽ ആലമീന അയച്ചിട്ടുള്ള റഹ്മാനു റഹീമുമായ അള്ളാഹു എത്രത്തോളം മനുഷ്യൻ്റെ ഓരോ കാര്യങ്ങളിലും ശ്രദ്ധയോടുകൂടി അവരോട് കെയർ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ കുറേ അപകടങ്ങൾ നമ്മൾ വരുത്തി വെക്കുന്നതാണ്. നമ്മൾ വരുത്തി വെക്കുന്നതാണ് അപകടങ്ങൾ. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്. കരയിലും കടലിലുമൊക്കെ നാശങ്ങൾ പ്രകടമായിരിക്കുന്നു. എന്തുകൊണ്ട്? ബിമാ കസബത്ത് ഐദിന്നാസി, ജനകൈകൾ ചെയ്ത ചെയ്തികൾ നിമിത്തം. നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇവിടെ പലതും സംഭവിക്കുന്നുണ്ട്. നമ്മുടെ അശ്രദ്ധ, നമ്മൾ ചെയ്യേണ്ടത് ചെയ്യൂല. അപ്പം നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷനുകളൊന്നും മുൻകരുതലുകളൊന്നും നമ്മൾ ചെയ്യൂല. എന്നിട്ട് വിധി പോലെ വരും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇട്ട് അപകടങ്ങളിലേക്കാണ് പാഞ്ഞു കയറും. എന്നിട്ട് പിന്നെ വിധിനെ പഴിക്കും. ഒക്കെ അള്ളാൻ്റെ തീരുമാനമാണെന്നാണ് പറയും. അങ്ങനെ തീരുമാനത്തിൽ ഏൽപ്പിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. അതിൽപ്പെട്ട കാരണങ്ങളാണ് ഈ പറയുന്നതൊക്കെ. നമ്മളോട് ഇതൊക്കെ നിർദ്ദേശിക്കണം. എത്രത്തോളം തുറന്ന സ്ഥലത്ത് പോയി ഉറങ്ങരുതെന്ന് പറഞ്ഞില്ലേ? ടെറസിൻ്റെ മുകളിൽ പോയിട്ട് 4 ഭാഗവും കെട്ടി മറച്ചിട്ടില്ലാത്ത ടെറസിൻ്റെ മുകളിൽ പോയി കിടന്നുറങ്ങരുത് എന്ന് ഇസ്ലാമിൻ്റെ നിയമമാണ്. എന്തുകൊണ്ട്? ഉറക്കത്തുനിന്ന് എഴുന്നേറ്റ് നേരാണ് പോയിട്ട് ചാടും. രാത്രി ഉറക്കത്തുനിന്ന് എഴുന്നേറ്റ് നടക്കുന്ന സ്വഭാവക്കാരുണ്ടാവില്ലേ? അപ്പോൾ അങ്ങനത്തെ സംവിധാനമൊന്നും ഇല്ലാത്ത, പണിയൊന്നും തീർന്നിട്ടില്ല, അല്ലെങ്കിൽ പിന്നെ എന്താ അതിന് പറയുക, നമ്മുടെ നാട്ടിലെ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ കെട്ടൂലേ പിന്നെ ചെറിയ സംവിധാനങ്ങൾ, ചെറിയ മതിലുകൾ, അതൊന്നും ഇല്ലാത്ത ബിൽഡിങ്ങിൽ പോയിട്ട് ഒരുത്തരാണ് കിടന്നുറങ്ങി. ഉറക്കത്തുനിന്ന് എഴുന്നേറ്റ് അവൻ നടന്ന് നേരെയാണ് താഴത്തേക്കാണ് ചാടിയിട്ടാണ് മരിക്കും വീണിട്ട്. ആരെ കുറ്റം പറയേണ്ടത്? ഇതിനാരെയാ പഴിക്കേണ്ടത്? സ്വന്തത്തെ അല്ലാതെ പഴിക്കേണ്ടത്. ഇതാ പറയണത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് കാര്യത്തിനും നമ്മളോട് മുൻകരുതലുകൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ മുൻകരുതലുകൾ നമ്മൾ എടുക്കുന്നില്ല. അതുകൊണ്ടാണ് എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ അള്ളാഹു അവൻ്റെ റസൂലിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ഇനി ഹദീസുകളിലേക്ക് കടന്നുപോയാൽ വളരെ വ്യക്തമായി കുറേ കാര്യങ്ങൾ, നമ്മൾ പാലിക്കേണ്ടുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഹെഡിങ്ങിൽ ഇത്രയപ്പോൾ തീയുമായി ബന്ധപ്പെട്ടതേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ വേറെയും കുറേ മര്യാദകൾ ഈ ഹദീസുകളുമായി ബന്ധപ്പെട്ട് അതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാനുമുണ്ട്. ഒന്നാമത്തെ ഹദീസ്, عن ابن عمر رضي الله عنهما عن النبي صلى الله عليه وسلم قال لا تتركوا النار في بيوتكم حين تنامون متفق عليه. മഹാനായ സ്വഹാബി അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു പറയാണ്. ആരാണ് അബ്ദുള്ള? ഉമർ ഖത്താബിൻ്റെ മകൻ. അതാണ് അനിബിന് ഉമർ. ഇബ്നു ഉമർ എന്ന് കേട്ടാൽ മനസ്സിലാക്കിക്കൊള്ളണം, പേരെന്താണ്? അബ്ദുള്ളയാണ്. ഇബ്നു ഉമർ എന്ന് പറഞ്ഞാൽ തന്നെ പ്രസിദ്ധമാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇബ്നു ഉമർ എന്ന് അദ്ദേഹം മാത്രമേ അറിയപ്പെടുള്ളൂ. ആര്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? രണ്ടാളും സ്വഹാബികളാണ്. ഒക്കെ ശ്രദ്ധിക്കണം, ഹദീസുകൾ വായിക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം.
ഇവിടെ ഇപ്പോൾ അനിബിന് ഉമർ റളിയല്ലാഹു അൻഹു എന്നല്ലല്ലോ പറയണത്. എന്താ പറഞ്ഞത്? അനിബിന് ഉമർ റളിയല്ലാഹു അൻഹുമാ, അവർ രണ്ടാളെയും അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ രണ്ടാളാരാ? ബാപ്പയുണ്ട്, മോനുണ്ട്. ചില സഹാബികളെ പേര് പറയുമ്പോൾ ബാപ്പ മുസ്ലിം ആവില്ല, സഹാബി മാത്രമേ ആരുണ്ടാവുള്ളൂ? മുസ്ലിം ഉണ്ടാവുള്ളൂ. അത് പറയുന്നിടത്ത് അൻഹൂന്നേ പറയുള്ളൂ. അപ്പോൾ ഇവിടെ അനിബിന് ഉമർ റളിയല്ലാഹു അൻഹുമാ, അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു പറയാണ്, അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് ഉദ്ധരിക്കുന്നു, ഖാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ലാ തത്റുകൂ, ലാ തത്റുകൂ, തറക യത്റുകു, ഉത്റുക് ലാ തത്റുക്. തറക്ക എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ ഹെഡിങ്ങിൽ പറഞ്ഞില്ലേ, ഉപേക്ഷിച്ചു, വെറുതെട്ടു, ഉപേക്ഷിച്ചിട്ടു. ഇനി മുളാരിയാണ് യത്റുകു. ഒരാളോട് കൽപ്പിക്കുമ്പോൾ ഉത്റുക്, ഉപേക്ഷിക്ക്, നീ ഉപേക്ഷിക്ക്, ഉത്റുക്. ഒരാളോട് നീ ഉപേക്ഷിക്കരുത് എന്ന് പറയാൻ അതാണ് ലാ തത്റുക്. കുറേ ആളോട് പറയുമ്പോഴോ ലാ തത്റുകൂ, നിങ്ങൾ ഉപേക്ഷിക്കരുത്. അന്നാറ, തീ, തീനെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഫീ ബുയൂത്തിക്കും, നിങ്ങളുടെ വീടുകളിൽ, ഹീന തനാമൂന, നിങ്ങൾ ഉറങ്ങുന്ന വേളയിൽ. നാമ, യനാമു, നൗമ് അതിനുള്ളതാണ്. നൗമ് റക്കദ എന്നും പറയും, ഉറങ്ങി എന്നുള്ളതിന് റക്കദ. നമ്മളിപ്പോൾ ഉറങ്ങുന്ന ഒരാളോട് ചോദിക്കും ഇൻതനായും, ഈ ഉറങ്ങുക എന്ന് ചോദിക്കുന്നത് പോലെ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇൻതറാഖിദ്, ഇൻതറാഖിദ്, ഉറങ്ങണോ? അപ്പോൾ റക്കദ, യർഖുദു, നാമ, യനാമു, ഇതൊക്കെ ഉറങ്ങി എന്നുള്ളതിന് ഉപയോഗിക്കുന്ന പദങ്ങളാണ്. അപ്പോൾ ഇവിടെ ഹദീസിൽ വന്ന എന്താണ്? ഹീന തനാമൂന, നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന, നിങ്ങൾ ഉറങ്ങുന്ന വേളയിൽ നിങ്ങളുടെ വീടുകളിൽ അലക്ഷ്യമായി തീയിനെ നിങ്ങൾ ഇട്ടേച്ച് പോകരുത്. വളരെ വ്യക്തമാണ് എന്താണ് ആ പറഞ്ഞതിൻ്റെ കാരണം എന്ന് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അടുത്ത ഹദീസ്, വഅൻ നബി മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു ഖാല, ഇഹ്തറഖ ബൈത്തുൻ ബിൽ മദീന അലാ അഹ്ലിഹി മിനൽ ലൈലി ഫലമ്മാ ഹുദ്ദിസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്ന ഹാദിഹി النار عدو لكم فإذا نمتم فأطفئوها മുത്തഫഖ് അലൈഹി. മുത്തഫഖ് അലൈഹി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്താ ഈ മുത്തഫഖ് അലൈഹി എന്ന് കൊടുക്കുന്നത്? എന്താ? ഈ ഹദീസിൻ്റെ മേൽ യോജിച്ചിരിക്കുന്നു എന്ന്. അത് കേട്ടാൽ മനസ്സിലാക്കിക്കൊള്ളണം. ഈ ഹദീസ് ഉദ്ധരിച്ച ഗ്രന്ഥങ്ങൾ സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും യോജിച്ച് പറഞ്ഞ ഹദീസാണിത്. അതാണ് മുത്തഫഖ് അലൈഹി. വളരെ ടോപ്പ് പദവിയുള്ള ഹദീസുകളാണ്, ഒക്കെ സഹീഹ ഹദീസുകളാണ്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി പറയാണ്, ഇഹ്തറഖ, അദ്ദേഹം ഒരു സംഭവം പറയാണ്, ഇഹ്തറഖ ബൈത്തുൻ, ഒരു വീട് കത്തിപ്പോയി. ഇഹ്തറഖ, ഇഹ്തറഖ എന്ന് പറഞ്ഞാൽ വീട് കത്തി, ബൈത്തുൻ ഒരു വീട് കത്തിപ്പോയി. ബിൽ മദീന, എവിടെ? മദീനത്തൊരു വീട് കത്തി നശിച്ചു. അലാ അഹ്ലിഹി മിനൽ ലൈലി, അലാ അഹ്ലിഹി, വീട്ടുകാരടക്കം, വീടടക്കം ഒരു അതിലുള്ള വീട്ടുകാരടക്കാണ് കത്തിപ്പോയി. മിനൽ ലൈലി, രാത്രിയിൽ. ഇപ്പം രാത്രിയിൽ കിടന്നുറങ്ങിയതാ, തീയണച്ചില്ല, ആ വീടാണ് കത്തി, വലിയ അപകടം പറ്റി. ഫലമ്മാ ഹുദ്ദിസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഫലമ്മാ ഹുദ്ദിസ, വർത്തമാനം പറയപ്പെട്ടു, അള്ളാഹുവിൻ്റെ റസൂലിനോട് വിവരം പറയപ്പെട്ടു, ബിശഇനിഹിം, ഇങ്ങനെ സംഭവിച്ചു. ഷഅ്ന് എന്ന് പറഞ്ഞാൽ കാര്യം, ബിശഇനിഹിം, അവരുടെ കാര്യം. അങ്ങനെ ഒരു വീട് തീപിടുത്തണ്ടായിട്ട് ആകെ പ്രശ്നങ്ങളുണ്ടായി എന്ന വിവരം ആരുടെ കാതിലെത്തി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാതിലെത്തി. ഖാല, ആ സന്ദർഭത്തിൽ അവിടുന്ന് പറഞ്ഞ വാചകമാണ് ഇന്ന ഹാദിഹി നാർ, തീർച്ചയായും ഈ തീ എന്ന് പറയുന്നത് അദുവ്വുൽ ലക്കും, നിങ്ങൾക്കുള്ള ശത്രുവാണ്. അദുവ്വുൽ ലക്കും, നിങ്ങൾക്കുള്ള ശത്രുവാണ് തീ. ഫൈദാ നിംതും, അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങുന്ന വേളയിൽ, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ, ഉറങ്ങാൻ പോവുകയാണെങ്കിൽ, നാമ, നാമ, നാമാ, നാമൂ, നാമത്ത, നാമത്താ, നിംന, നിംത, നിംതുമാ, നിംതും. ആ നാമ എന്നുള്ള അതിന് സർഫാക്കി പോകുമ്പോഴാണ്, ആരെങ്കിലും മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ മനസ്സിലായിക്കോട്ടെ, ചെറു സൂചിപ്പിച്ചു എന്ന് മാത്രം.
ഫൈദാ നിംതും, നിങ്ങൾ ഉറങ്ങിയാൽ എന്നാ ശരിക്കർത്ഥം. ഉറങ്ങിയാൽ പിന്നെ തീ കെടുത്താൻ പറ്റുമോ? അപ്പം അതിൻ്റെ ഉദ്ദേശം എന്താ? ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ അത് പ്രയോഗമാണ്. അത് ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഖുർആനിൽ തന്നെ കാണാൻ സാധിക്കും. നിങ്ങൾ ഇദാ ഖുംതും ഇലസ്സലാ, നിങ്ങൾ നിസ്കാരത്തിന് നിന്നാൽ ഫഗ്സുലൂ വുജൂഹക്കും വഅയ്ദിയക്കും എന്നാണ് പറയുന്നത്. നിങ്ങളെ മുഖവും കൈയും കാലും ഒക്കെ കഴുകണം. നിസ്കാരത്തിന് നിന്നിട്ട് പിന്നെ കൊടുക്കാൻ പോകാൻ പറ്റുമോ? ഉദ്ദേശം എന്താ അവിടെ? നിങ്ങൾ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ വുളു എടുക്കണം എന്ന് പരിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. അപ്പം ഇവിടെ തന്നെയാണ് ഫൈദാ നിംതും, നിങ്ങൾ ഉറങ്ങിയാൽ, നിങ്ങൾ ഉറങ്ങാൻ പോകാൻ ഉദ്ദേശിച്ചാൽ ഫഅത്ഫിഊഹാ, നിങ്ങൾ എന്ത് ചെയ്യണം? ആ തീ കെടുത്തിക്കളയണം. കെടുത്തിക്കളഞ്ഞു. ഫയറുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ കാണാം, ഫയറിൻ്റെ ഒക്കെ അവിടെ അറബിയിൽ എരിച്ചിട്ടുണ്ടായ തഫായാണ്. ഇത് തീ കെടുത്താനുള്ള സംവിധാനങ്ങൾ, അത് വിളക്കണച്ചു, തീ കെടുത്തി, അതിനൊക്കെ എന്തെന്നെ പറയാം? അതിൻ്റെ അമ്രാണ്, കൽപ്പനാക്രിയയാണ്. നീ കെടുത്തിക്കളയുക. നിങ്ങൾ ആ തീ കെടുത്തിക്കളഞ്ഞിട്ടേ പോയി ഉറങ്ങാവൂ. അല്ലാതെ തീ അവിടെ കത്തിക്കോട്ടെ, അത് സാരല്ല, ഇനി ഗ്യാസ് തന്നെ ആയിക്കോട്ടെ, ഗ്യാസ് സ്റ്റവിൽ ഇങ്ങനെ തീ കൊടുത്തി വെച്ച് വേറെ വരിയിലാരുമില്ല, വീട്ടുകാരൊക്കെ പോയി ഉറങ്ങി, എന്താ സംഭവിക്കുക? ആ പാത്രത്തിൽ എന്താണുള്ളത് അതൊക്കെ വെള്ളം വറ്റി കരിഞ്ഞ് പാത്രം കത്തി അവസാനം പിന്നെ തീപിടുത്തുണ്ടായിട്ട് താഴ്ന്ന് ഒച്ച വെക്കുമ്പോഴായിരിക്കും വീട്ടുകാരറിയാം, അല്ലെങ്കിൽ പോകുമെന്ന് അറിഞ്ഞിട്ട്. ഇതൊക്കെ സംഭവിക്കുന്നതാ, ഇന്നും സംഭവിക്കുന്ന സംഗതികളാണ്. തീ അലക്ഷ്യമായിട്ടിട്ടിട്ട് അത് നിങ്ങളെ ശത്രുവാണ്, അവിടെ കളിക്കാൻ നിൽക്കരുതേ. എത്ര വീടുകളിൽ സംഭവിക്കലുണ്ട്? ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചോറിന് അരിക്ക് പിന്നെ ഇട്ടിട്ടുണ്ടാവും, അതങ്ങനെ കത്തി ഫോണിൽ ഇപ്പുറത്തൊക്കെ ഉണ്ടാവും. ഇപ്പുറത്ത് ഫോണിലാണ് മയങ്ങിയിട്ട് വേറെന്തൊക്കെയോ വർത്താനങ്ങളിലാണ് പോയി. അല്ലാ, അടുപ്പത്ത് വെച്ചിരുന്നല്ലോ എന്ന് പറഞ്ഞ് പോയി നോക്കുമ്പോഴേക്ക് സാധനമൊക്കെ കരിഞ്ഞിട്ടുണ്ട്, സാധനമൊക്കെ കബാബായിക്കണേ. എല്ലാം കഴിഞ്ഞ് പാത്രം കത്താൻ തുടങ്ങും. തിരി കഴിഞ്ഞാൽ അതും കൂടി കഴിഞ്ഞാലോ പാത്രം ഉരുകാൻ തുടങ്ങും. പിന്നെ സംഭവിക്കുക എന്താന്ന് പറയേണ്ടി വരില്ല, ഫ്ലാറ്റ് മുഴുവൻ പുക നിറയും, അലാറം ശബ്ദിക്കും. തീ എവിടെ ഉപയോഗിക്കുന്നുണ്ടോ വളരെ ശ്രദ്ധിച്ചോളണം എന്നാണ് പറയുന്നത്. ഇത് ഉറങ്ങുമ്പോൾ മാത്രമല്ല, അതാവൻ അഹ്വിഹി എന്ന് പറയാൻ കാരണം, ഇത് ഉറങ്ങുമ്പോൾ മാത്രമല്ല, വളരെ ശ്രദ്ധിച്ചോളണം. തീ എന്ന് പറഞ്ഞാൽ അത് ശത്രുവാണ്. ശത്രു എന്ന് പറഞ്ഞാൽ തീ, പിന്നെ തീ വേണ്ടേ? അത് ശത്രു, അതിനെ അലക്ഷ്യമായിട്ട് വിട്ടാൽ അത് നിങ്ങളുടെ ശത്രുവാണെന്ന് അതിൻ്റെ അർത്ഥം. അതിനെ അലക്ഷ്യമായി വിട്ടാൽ അത് നിങ്ങൾക്ക് അപകടം വരുത്തും. ഇതിപ്പം ആരോടും പറയേണ്ടതില്ലല്ലോ. അപ്പോൾ നോക്കൂ നിങ്ങൾ, എത്രായിരം വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തിന് വേണ്ടത് എല്ലാ സമയത്തും പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോൾ ദുന്യാവിലെ തീ പോലും നമുക്ക് കിട്ടരുത് എന്ന് അത്ര പിന്നെ ആഗ്രഹിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിറത്തിൻ്റെ തീയുടെ കാര്യത്തിൽ എത്ര നമ്മളോട് പറഞ്ഞു? ദുന്യാവിലെ തീ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആഖിറത്തിലെ തീയുടെ 69 കഴിഞ്ഞ് 1% മാത്രം. പരലോകത്ത് നരകാഗ്നിയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് 70 ഇരട്ടി എന്നാണ്. 70 ഇരട്ടിയിൽ 1 ജുസ്അേ അള്ളാഹ് ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടുത്തെ വലിയ പണികളൊക്കെ തീ കൊണ്ടുള്ളതൊക്കെ നടത്തുന്നത്. അതിശക്തമായ കാരിരുമ്പ് പോലും പച്ചവെള്ളമാക്കാൻ ഉപയോഗപ്പെടുത്തുന്നത് എത്രായിരം ഡിഗ്രി സെൽഷ്യസിൽ അതിനെ ചൂടാക്കിയിട്ടാണ് നമുക്ക് മനസ്സിലാവുമല്ലോ. ആ തീ പോലും 70 നരകാഗ്നിയുടെ ചൂടിൻ്റെ 70ൽ 1 ഉള്ളൂന്ന്, ബാക്കി 69. സുബ്ഹാനല്ലാഹ്. അത് കേട്ടപ്പോൾ തന്നെ സഹാബികൾ പറഞ്ഞു, ഇവിടുത്തെ തീ തന്നെ സഹിക്കാൻ പറ്റില്ലല്ലോ, എന്താ റസൂലേ നിങ്ങൾ പറയണത്, എന്തായി പറയണത്? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും കൂടി വിവരിച്ചു കൊടുത്തു. അതെ, ആ 70-ലെ 1 ജുസ് മാത്രമേ ഇവിടെ ഭൂമിയിലത്തെ തീയുടെ ചൂടുള്ളൂ എന്ന്. ബാക്കി അതിൻ്റെ കൂടെ ഒരു 69 കൂടെ ഇരട്ടിയാണ് നരകത്തിലെ തീ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നരകാഗ്നിയിൽ നിന്ന് കാവൽ തേടാൻ 5 നേര നിസ്കാരത്തിലും പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വളരെ ഗൗരവത്തോടുകൂടി അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ട സംഗതിയാണത്. നരകത്തീ എന്ന് പറയുമ്പോൾ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അത് പ്രാർത്ഥിക്കുമ്പോൾ നല്ലോണം മനസ്സ് തട്ടണം, കാരണം സഹിക്കാനാവില്ല. അപ്പോൾ ദുന്യാവിലെ തീ തന്നെ മനുഷ്യർക്ക് പെട്ടരുത്, അത് അവരിൽ അപകടങ്ങൾ വരുത്തരുത് എന്ന് ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ പഠിപ്പിക്കുമ്പോൾ ആഖിറത്തിൻ്റെ കാര്യത്തിൽ എത്രത്തോളം നമ്മൾ ജാഗ്രതയുള്ളവരാകണം.
എന്ന മെസ്സേജ് കൂടി അതിൽ അടങ്ങിയിട്ടുണ്ട്. മൂന്നാമത്തെ ഹദീസ്, വഅൻ ജാബിറിൻ റളിയല്ലാഹു അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഗത്തുൽ ഇനാഅ. ഇതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗത്തുൽ ഇനാഅ വഔകിഉസ് സിഖാഅ വഅഗ്ലിഖുൽ ബാബ വഅത്ഫിഉസ് സിറാജ فإن الشيطان لا يحل سقاء ولا يفتح بابا ولا يكشف إناء فإن لم يجد أحدكم إلا أن يعرض على إنائه عودا ويذكر اسم الله فليفعل فإن الفويسقة تضرم على أهل البيت بيتهم. رواه مسلم رحمه الله. അൽ ഫുവൈസിഖത്തു അൽ ഫഅറത്തു വതളിരിമു തുഹ്രിഖു. അത് വേർഡ് മീനിങ് എടുത്ത് പറഞ്ഞുതരാൻ അടിയിൽ ഫുട് നോട്ട് കൊടുത്തത്, വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും. മഹാനായ സ്വഹാബി ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, വിശാലമായി കുറേ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഹദീസാണിത്. ഒരുപാട് മര്യാദകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. ഗത്തു ഗത്തു ഗത്ത ഗത്ത എന്ന് പറഞ്ഞാൽ മൂടി വെച്ചു എന്നാണ്. അതിൻ്റെ കൽപ്പനാക്രിയയാണ് ഗത്തു. ഗത്തു അൽ ഇനാ എന്നാണ് ചേർത്ത് വായിക്കുമ്പോൾ എങ്ങനെ വായിക്കേണ്ടത്? ഗത്തുൽ ഇനാ. പിന്നെ വേറെ വായിക്കുമ്പോഴോ ഗത്തു, നിങ്ങൾ മൂടി വെക്കുവീൻ അൽ ഇനാ, പാത്രം, വെള്ളപ്പാത്രവും ഭക്ഷണപാത്രവും ഒക്കെ എന്ത് ചെയ്യണം? മൂടി വെക്കണം. മനുഷ്യരുപയോഗിക്കുന്ന അത്തരത്തിലുള്ള പാത്രവും ഗ്ലാസ്സും ഒക്കെ എന്ത് ചെയ്യണം? മൂടി വെക്കണം. ഓരോന്നും വിശദീകരിക്കാനുണ്ട്. അപ്പോൾ ഇനാ എന്ന് പറഞ്ഞാൽ പാത്രം, അതിൻ്റെ ബഹുവചനാണ് ആനിയത്ത്. ആനിയത്ത്, ഇനാഇൻ്റെ ബഹുവചനം ആനിയത്തുൻ. ഗത്തുൽ ഇനാ, നിങ്ങൾ പാത്രങ്ങൾ മൂടി വെക്കുവീൻ. ഒന്ന് വഔകിഉ, നിങ്ങൾ കെട്ടിവെക്കുവീൻ. വികാ എന്ന് പറഞ്ഞ പാത്രങ്ങൾ, ചാക്ക്, പിന്നെ അതൊക്കെ പണ്ട് കാലഘട്ടങ്ങളിൽ ഈ പിന്നെ വെള്ളപ്പാത്രം എങ്ങനെ ഈ കെട്ടിവെക്കൽ? അന്നത്തെ പോലെ വലിയ സംവിധാനങ്ങളൊന്നുമില്ല. അന്ന് തോൽപാത്രങ്ങളാണ് അന്ന് വെള്ളം അവർ സംഭരിച്ച് അത് കെട്ടിവെക്കും. അതാണ് വീടുകളിൽ ഉണ്ടാവുക. ആ വെള്ളപ്പാത്രങ്ങൾ, വെള്ളം പിന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള പാത്രങ്ങൾക്ക് നിങ്ങൾ കയറ് കൊണ്ട് കെട്ടിടണം. വികാ എന്ന് പറഞ്ഞാൽ കയറ് എന്നാണ്, കെട്ടുന്ന കയറിനാണെന്ന് പറയാ വികാ. വഔകിഉ അസ്സിഖാഅ, വെള്ളപ്പാത്രം, പാനപാത്രങ്ങൾ നിങ്ങൾ കെട്ടിവെക്കണം. മൂന്നാമത്തെ കൽപ്പന വഅഗ്ലിഖുൽ ബാബ. വഅഗ്ലിഖു, അഗ്ലഖ എന്ന് പറഞ്ഞാൽ എന്താ? ഭദ്രമായി അടച്ചു. വഅഗ്ലിഖുൽ ബാബ, വാതിൽ നിങ്ങൾ അടക്കുകയും ചെയ്യുവീൻ. വാതിലുകൾ അടക്കണം. സാധാരണ കേട്ട് പരിചയമുള്ളൊരു വേർഡാണ് മുഗ്ലഖ്, അല്ലേ? മുഗ്ലഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടക്കപ്പെട്ടത്. ബാബ് മുഗ്ലഖ്, അടക്കപ്പെട്ടിരിക്കുന്നു. അഗ്ലിഖുൽ ബാബ, നിങ്ങൾ വാതിലുകൾ അടക്കുവീൻ. വാതുഫിഉ സിറാജ, വാതുഫിഉ, നിങ്ങൾ അണച്ചു കളയുവീൻ, കെടുത്തിക്കളയുവീൻ. അപ്പം നമ്മൾ നേരത്തെ കേട്ടത് അസ്സിറാജ, വിളക്ക് കെടുത്തിക്കളയുവീൻ. തീ ഉള്ള ആ നിലക്കുള്ള സംവിധാനമാണ് പറയുന്നത്. ഫൈന ശൈത്താന, തീർച്ചയായും പിശാച്ച്, ലാ യഹില്ലു സിഖാഅൻ, കെട്ടിവെച്ച പാത്രങ്ങൾ തുറക്കാൻ അവന് കഴിയില്ല. കെട്ടിവെച്ച പാത്രങ്ങൾ അഴിക്കാൻ പിശാച്ചിന് കഴിയില്ല. ഒക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. വലാ യഫ്തഹു ബാബൻ, അടച്ചിട്ട വാതിലുകൾ തുറക്കാനും അവന് കഴിയില്ല. വലാ യക്ശിഫു ഇനാഅൻ, പാത്രങ്ങളെ വലാ യക്ശിഫു എന്ന് പറഞ്ഞാൽ അത് തുറന്നിടാനും കഴിയൂല. കശഫ യക്ശിഫു എന്ന് പറഞ്ഞാൽ വെളിവാക്കി എന്നാണ്. ഇനാഅൻ, വെള്ളപ്പാത്രത്തെ മൂടി വെച്ചത് എടുത്ത് മാറ്റാനും അവന് കഴിയൂല. ഫൈലം യജിദ് അഹദുക്കും, നിങ്ങളിൽ ഒരാൾക്ക് കിട്ടിയില്ലെങ്കിൽ, മൂടി വെക്കാനൊന്നും കിട്ടിയില്ല, വെള്ളപ്പാത്രമോ ഭക്ഷണപാത്രമോ മൂടി വെക്കാൻ ഒന്നുമില്ല, തുറന്നെടുക്കുകയാണ് എങ്കിൽ എന്ത് ചെയ്യണം? നോക്കൂ നിങ്ങൾ. ഇല്ലാ അൻ യഅറുള, ഒന്നും കിട്ടിയില്ല. ഇല്ലാ അൻ യഅറുള അലാ ഇനാഇഹി ഉഊദൻ, എങ്കിൽ അവൻ്റെ ആ പാത്രത്തിൻ്റെ മേലെ ഒരു കമ്പ്, ഒരു കൊള്ളിക്കമ്പെങ്കിലും അതിൻ്റെ മേലെ എങ്ങനെ വെക്കട്ടെ. ഒരു കൊള്ളിക്കമ്പെങ്കിലും പാത്രത്തിൻ്റെ മീതെ ഇങ്ങനെ വെക്കട്ടെ. അതുകൊണ്ട് ഇപ്പോൾ പാത്രം അടയൊന്നുമില്ല, ഒരു മരക്കഷ്ണം വരുന്ന എന്തെങ്കിലും അതിൻ്റെ മേലൊന്നും ഇങ്ങനെ ഉണ്ട് വെക്കുകയും ചെയ്യട്ടെ.
അടുത്തതാണ് പോയിന്റ്. വയദ്കുറസ്മല്ലാ, ഇതൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ബിസ്മി ചൊല്ലണം. അവൻ ബിസ്മി ചൊല്ലണം, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുകയും ചെയ്തിട്ട് അങ്ങനെ വയദ്കുറസ്മല്ലാഹി ഫൽയഫ്അൽ, അപ്രകാരം തന്നെ അവൻ ചെയ്തോളണം. ഈ പറയുന്ന എല്ലാ സന്ദർഭങ്ങളിലും അത് ബാധകമാണ്. എന്നിട്ട് പറഞ്ഞു ഫഇന്നൽ ഫുവൈസിഖത, ഫഇന്നൽ ഫുവൈസിഖത, തീർച്ചയായും ഫുവൈസിഖത്ത്. ഫുവൈസിഖത്ത് എന്ന് പറഞ്ഞാൽ ഫുട് നോട്ട് കൊടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞു. അൽ ഫുവൈസിഖത്തു എന്താ അർത്ഥം? അൽ ഫഇറത്തു. ഫഇറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? എലി. ഫഇറത്ത് എലി. ഫഇന്നൽ ഫുവൈസിഖത, തീർച്ചയായും എലി തളിരിമു, അത് കത്തിക്കും. കണ്ടോ, തളിരിമു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൊടുത്തത് കണ്ടോ? തുഹരിഖൂൻ, കത്തിച്ച് കളയും. എലി കത്തിച്ച് കളയും. അലാ അഹ്ലിൽ ബൈത്തി, വീട്ടുകാരുടെ മേൽ, ബൈത്തഹും, അവരുടെ വീട് കത്തിക്കാൻ എലി കാരണമാവുമെന്ന്. അതെങ്ങനെ? അന്നത്തെ കാലഘട്ടത്തിലുള്ള വിളക്ക് സങ്കല്പിച്ചോളിൻ. കുത്തുവിളക്കിൽ എണ്ണ ഒഴിച്ചിട്ട് അതിൽ തിരിടല്ലേ ദർഗയിലെന്ന് കാണുള്ളൂ. ദർഗയിൽ പോയാൽ കാണാൻ പറ്റും. ജാറങ്ങളിലേ പിന്നെ ഖബറിൻ്റെ വീതം ഉണ്ടാവും. ഔലിയാക്കന്മാർ, ബീവിമാർ എന്നൊക്കെ പറയുന്ന ആൾക്കാരെ ഖബറിൻ്റെ വീതം ഉണ്ടാവും. കുത്തുവിളക്ക് അതേമാതിരി ക്ഷേത്രങ്ങളിൽ ഒക്കെ കാണാൻ സാധിക്കും. ഒരുപാട് തട്ടുകളുള്ള വിളക്കുകളിൽ എന്തു ചെയ്യും? ഈ തിരി കത്തിക്കും. അതാണ് അന്നത്തെ സംവിധാനം. ജെയ്ത്ത് ഓയിൽ ഒഴിക്കും, അതിൽ തിരി കൊളുത്തും. പിന്നെ അങ്ങനെ തീ കൊണ്ട് ആ ഒരു കണ്ണ് കാണാൻ അതാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഇത് അണക്കാതെ ഉറങ്ങിപ്പോയാൽ എന്താണ്? ഈ എണ്ണയുടെ മണത്തിലേക്ക് ഈ തിരി കടിക്കാൻ ആര് വരും? എലി വരും. പല്ലികൾ വരും. പല്ലികൾ വരുമ്പോൾ പല്ലിയെ പിടിക്കാൻ ആര് വരും? എലി വരും. മറ്റു ജീവികൾ വരും. അങ്ങനെ ആ എലി എന്തു ചെയ്യും? ഈ നെയ്ത്തിരി എടുത്തിട്ട് അതിൻ്റെ കത്താത്ത ഭാഗം ഉണ്ടല്ലോ, അതെടുത്തിട്ട് അതാണ് ഓടും. ഓടിയിട്ട് എവിടുക്കാ പോവുക? വീടിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിലേക്കാണോ അത് കൊണ്ടുപോയിട്ട് വെക്കാൻ പറ്റുക അവിടേക്ക് കൊണ്ടുപോയിട്ട് അത് വെച്ച് വീടങ്ങോട്ട് കത്തിച്ച് കളയും. ഇതൊക്കെ അന്നുള്ള പ്രിക്കോഷനുകൾ പറഞ്ഞതാണ്. അന്നുള്ള പ്രിക്കോഷനുകൾ പറഞ്ഞാണ്. ഇന്നിപ്പോൾ നമുക്കതാണ് മനസ്സിലാവില്ല. നമുക്കിങ്ങനെ സ്വിച്ചിട്ട കത്തല്ലേ. ആ ബൾബുകൾക്കൊന്നും ഇത് ബാധകമല്ല. ആ ബൾബുകൾ ആവശ്യമുണ്ടെങ്കിൽ കത്ത. റൂമുകളിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചെറിയ പിന്നെ ബൾബുകൾ, സീറോ ബൾബോ അങ്ങനത്തെ സംവിധാനങ്ങളോ, ഇനി വീട്ടിൽ മൊത്തം എവിടെയെങ്കിലും ലൈറ്റ് കത്തിച്ചു വെക്കണോ, അതൊന്നും ഇതിൽ പെടുന്നില്ല. കാരണം അതൊന്നും തീപിടുത്തത്തിന് കാരണമാകുന്നതല്ല, അപകടത്തിന് കാരണമാകുന്നതല്ല. അതേ അവസരത്തിൽ ഈ പ്രത്യേക കാരണം പറഞ്ഞാൽ എന്താണ്? അത് തീപിടുത്തത്തിന് കാരണമാകും. ഇപ്പം തീപിടുത്തത്തിന് കാരണമാകുന്ന എന്തും ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ഏതൊക്കെ ഉണ്ടോ അതൊക്കെ നിങ്ങൾ അതിനോട് ചേർത്തോളൂ. അതൊക്കെ ഇസ്ലാമിൻ്റെ നിയമമാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. ഇനി നമുക്ക് ഓരോന്നൊന്ന് വിശദീകരിച്ച് നോക്കുക. എന്താണ് ഇവിടെ ഇപ്പോൾ ഒന്ന് പറഞ്ഞാൽ എന്താണ്? തീ നമ്മുടെ ശത്രുവാണ് എന്നാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞില്ലേ? അതെപ്പോഴാണ്? അത് നമ്മൾ മനസ്സിലാക്കണം. അതിനെ അശ്രദ്ധമാക്കി വിടുമ്പോഴാണ് തീ നമ്മുടെ ശത്രുവായി മാറുന്നത്. അതല്ലെങ്കിൽ തീ നമുക്ക് ആവശ്യമുള്ളതല്ലേ, അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹമല്ലേ. അഫറഅയ്തുമുൻ നാറല്ലതീ തൂറൂൻ അഅൻതും അൻശഅതും ശജറതഹാ അം നഹ്നുൽ മുൻശിഊൻ. അള്ളാഹ് നമുക്ക് ചെയ്തു തന്ന നിഅമത്തായിട്ടല്ലേ നമ്മളോട് സൂറത്തുൽ വാഖിഅയിൽ അള്ളാഹു പഠിപ്പിച്ചത്. അഫറഅയ്തുമുൻ നാറല്ലതീ തൂറൂൻ, നിങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുന്ന വാറാ എന്ന് പറഞ്ഞാൽ കത്തിച്ചു എന്നാണ്. അഫറഅയ്തുമുൻ നാർ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ തീയെക്കുറിച്ച്? നിങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളാണോ അതിനെ സൃഷ്ടിച്ചത്? നിങ്ങളാണോ അതിന് സംവിധാനങ്ങൾ ഒരുക്കി തന്നത്? അതോ നാമാണോ? അള്ളാഹ്ക്ക് മാത്രമേ അതിന് പറ്റുള്ളൂ. അന്ന് തീ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പ്രത്യേകം കല്ലുകൾ ഉരസിയിട്ടും പ്രത്യേകമായ മരത്തിൻ്റെ പിന്നെ കഷ്ണങ്ങൾ തമ്മിൽ കൂട്ടി വരച്ചിട്ടൊക്കെയാണ് അന്ന് തീ ഉണ്ടാക്കിയത്. മരുഭൂമിയിലൊക്കെ അവർ തീ ഉണ്ടാക്കിയത്. ഇന്നിപ്പോൾ സംവിധാനങ്ങളൊക്കെ വേറെയായി. എന്തായിരുന്നാലും എല്ലാത്തിൻ്റെയും പിന്നിൽ റഹ്മാനായ റബ്ബിൻ്റെ ഏറ്റവും വലിയ അപാരമായ ഖുദ്റത്ത് തന്നെയാണ്. അപ്പം അത് നിഅമത്താണ്. പിന്നെന്താ നിങ്ങൾക്കത് ശത്രുവാന്ന് പറയുന്നത്? ശത്രുവാകുന്നത് അലക്ഷ്യമായിട്ട് അതിനോട് ഇടപെട്ടാൽ അതെന്താവും? ശത്രുവാകും. അത് വെള്ളം അങ്ങനെ തന്നെയാണ്. വെള്ളത്തിൽ നമ്മൾ അലക്ഷ്യമായിട്ട് ഇടപെട്ടാൽ അങ്ങനെ ഉണ്ടാവും. ഒഴുക്കുള്ള വെള്ളത്തിലേക്ക് നീന്തൊന്നും അറിയാത്ത ഒരുത്തരാണ് ചാടി വേരിനോടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് എന്താ ഉണ്ടാകുക? ഫയർഫോഴ്സ് തിരഞ്ഞു മലങ്ങും, കിട്ടൂല. ചിലപ്പോൾ കുറേ നേരം കൂടുമ്പോഴേക്ക് ചിലപ്പോൾ വീർത്തൊക്കെ പൊങ്ങും. ചിലപ്പോൾ ഒരു 10-15 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് കിട്ടും. നീന്തലറിയില്ല. കാരണം ഒരു മുൻകരുതലും എടുക്കാതെ അള്ളാഹു അവനോട് സ്വീകരിക്കാൻ പറഞ്ഞിട്ടുള്ള മുൻകരുതലുകളൊന്നും സ്വീകരിക്കാതെ വെള്ളത്തോട് ഇടപെട്ടു. അപ്പോൾ വെള്ളം ശത്രുവായി. അതിവിടെ ദുന്യാവിൽ മിക്ക വസ്തുക്കൾക്കും എന്തുണ്ടാകും? ഒരു ഖൈറിൻ്റെ വശം ഉണ്ടാവും, ഒരു ഷെറിൻ്റെ വശം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളോട് പ്രഭാതത്തിലും 3 തവണ പറയണം, പ്രദോഷത്തിലും 3 തവണ പറയണം. എന്ത്?
ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്. അതിലെല്ലാം ഒതുങ്ങി. സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വദത്തൈനിയും കാവൽ തേട്ടത്തിനുള്ള രണ്ട് ആ സൂറത്തുകളുണ്ടല്ലോ. അള്ളാഹുവിനോട് നമ്മൾ കാവൽ തേടുകയാണ്. മിൻ ശർരി മാ ഖലഖ, അള്ള പടച്ചിട്ടുള്ള ഏതൊക്കെ വസ്തുക്കളുണ്ടോ അവക്കൊക്കെ ഏതിനൊക്കെ ഷെറുണ്ടോ ആ ഷെറിൽ നിന്നെല്ലാം ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു. അഊദു ബി കലിമാത്തില്ലാഹി താമ്മ മിൻ ശർരി മാ ഖലഖ്. അഊദു ബി കലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അതും മിൻ ശർരി മാ ഖലഖ്. അള്ള പടച്ചിട്ടുള്ള വസ്തുക്കളിൽ കാറ്റ് കൊണ്ട് ഉപദ്രവം ഉണ്ടാവും. കാറ്റ് നല്ലതല്ലേ? ചിലപ്പോൾ കാറ്റ് നമ്മളെ ശത്രുവാവും. തീ ഉപകരണമല്ലേ? ചിലപ്പോൾ ശത്രുവാവും. വെള്ളം ഏതാണ് ശത്രുവായി മാറാത്തത്? ഭക്ഷണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഓവറായിട്ട് കഴിച്ചാൽ ശത്രുവായി മാറണില്ലേ? രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് ഭക്ഷണത്തിൽ നിന്നല്ലേ പലപ്പോഴും. അപ്പോൾ ഏതിലും ഉണ്ട്. അതിനോട് ഇടപെടേണ്ട നിലക്ക് മിതമായിട്ട് ഇടപെട്ടാൽ പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് തിരിഞ്ഞടിക്കും. ആ അർത്ഥത്തിലാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്? തീ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കുള്ള ശത്രുവാണ് എന്ന് പറയാൻ കാരണം. പിന്നെ ഈ ഹദീസിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഒക്കെ മനുഷ്യർ സ്വീകരിക്കേണ്ടുന്ന മുൻകരുതലുകളാണ്. അപ്പം തുടക്കത്തിൽ പറഞ്ഞാൽ എന്താണ്? പാത്രങ്ങൾ മൂടി വെക്കണം. സമാനമായ കുറച്ച് ഹദീസുകളും കൂടെ അതിനോട് ചേർത്ത് നമ്മൾ കേൾക്കേണ്ടതുണ്ട്. സമാനമായ മറ്റു ചില ഹദീസുകൾ. ഒന്ന് ഉപോത്ബലകമായ ഒരു ഹദീസ് ജാബിർ റളിയല്ലാഹു തആല അൻഹു തന്നെ ഉദ്ധരിക്കുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്നു, അത്ഫിഊ, നിങ്ങൾ അണച്ചു കളയുവീനൽ മസാബീഹ. കണ്ടോ, അവിടെ പ്രയോഗം വേറെയാണ്. മിസ്ബാഹ് എന്നും പറയും. എന്തിന്? വിളക്കിന്. മിസ്ബാഹ്, മസാബീഹ്. ഇപ്പം നമ്മൾ ഞെക്ക് വിളക്ക്, ടോർച്ചൊക്കെ ഉണ്ടല്ലോ പണ്ടത്തെ, അതിനൊക്കെ മിസ്ബാഹൊക്കെ ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പം മിസ്ബാഹ് സാധാ വിളക്കിനും ഒക്കെ മസാബീഹ്. കണ്ടോ, അസ്സുജാജത്തു, അവിടെ മിസ്ബാഹ് ഖുർആൻ പ്രയോഗിച്ച ഇടങ്ങളുണ്ട്. അപ്പോൾ മസാബീഹ് അതിൻ്റെ ബഹുവചനാണ്. അത്ഫിഉൽ മസാബീഹ, വിളക്കുകൾ നിങ്ങൾ അണച്ചു കളയുവീൻ. ഇദാ റഖത്തും. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പുതിയ വേർഡാണത്. ഉറങ്ങാന്നില്ലേന് ഞാൻ നാമ എന്നുള്ളതിൻ്റെ പുറമെ വേറൊരു വേർഡും കൂടെ തുടക്കത്തിലേ പറഞ്ഞു. എന്താണ്? റഖദ. റഖദ. കണ്ടോ, ഇദാ റഖദുത്തും വായിക്കുമ്പോൾ ഇദാ റഖത്തും എന്നാ വായിക്കുക. ദാല് സൈലൻ്റ് ആവും. ദാലും താവും കൂടെ കൂട്ടിയിട്ടാണ് വായിക്കുക. ഇദാ റഖത്തും, നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ വിളക്കുകൾ നിങ്ങൾ അണച്ചു കളയണം. വഗല്ലിഖുൽ അബ്വാബ, വാതിലുകൾ നിങ്ങൾ ഭദ്രമായി അടക്കണം, പൂട്ടിയിടണം. വഔകൂ അൽ അസ്ഖിയ, വെള്ളപ്പാത്രങ്ങൾ കെട്ടിവെക്കണം. അതൊക്കെ ഇപ്പോൾ ആ മേലത്തെ ഹദീസിൽ പറഞ്ഞ ഞാൻ അതിന് പുറമേ ഉള്ള ഒരു വേർഡും കൂടെ കേൾപ്പിക്കാനാണ് ഞാൻ ആ ഹദീസ് വായിക്കുന്നത്. അവസാനത്തെ വേർഡ് എന്താ? വഖമ്മിറു, നിങ്ങൾ മറച്ചു വെക്കണം. ഖമ്മറ എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചു എന്നാണ്. ഖംറ് എന്ന് പറഞ്ഞ പേരെന്നെ എന്തുകൊണ്ടാണ് വരുന്നത്? അൽ ഖംറു മാ ഖാമറൽ അഖില എന്നാണ്. അഖിലിനെ മറച്ചു വെക്കുന്ന സാധനമാണ് ഖംറ്. അതാണ് കള്ള്. സ്ത്രീകൾ ഉപയോഗപ്പെടുത്തുന്ന മക്കനൊക്കെ എന്ത് പറയും? ഖിമാർ. എന്താ പറയുക? ഖിമാർ തന്നെ പറയാൻ കേട്ടോ, അല്ലെങ്കിൽ ഹിമാറായി പോവും. ഇപ്പം ഖിമാർ മക്കന. അപ്പം മക്കനത് മറച്ചു വെക്കൊക്കെ ഈ പ്രയോഗങ്ങളാണ്. വഖമ്മിറു, നിങ്ങൾ മറച്ചു വെക്കുകയും ചെയ്യുവീൻ. അത്വാമ വശറാബ, ഭക്ഷണങ്ങളും പാനീയങ്ങളൊക്കെ എന്ത് ചെയ്യണം? മറച്ചു വെക്കണം, അതാ മൂടി വെക്കണം. അങ്ങനെ വെളിച്ചത്തിട്ട് ഇങ്ങനെ തുറന്നു വെക്കരുത്. അതേപോലെ തന്നെ പിന്നെ സമാനമായ വേറെയും ഹദീസുകൾ. ഇത് ഓരോന്നോരോന്ന് നമുക്കൊന്നും ഇങ്ങനെ പറഞ്ഞു പോകാം. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് പറഞ്ഞത്? പാത്രം മൂടി വെക്കണം എന്ന് പറഞ്ഞു അല്ലേ? പാത്രം മൂടി വെക്കണം എന്ന് പറഞ്ഞുകൊടുത്ത് എത്രയാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതെന്നറിയും. എന്തുകൊണ്ടാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ വരെ അതിൻ്റേതായ ഒരുപാട് പ്രത്യേകതകൾ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ എലി അത് നശിപ്പിക്കും എന്നുള്ളതൊന്നും ഇന്നിപ്പോൾ നമുക്ക് സംഭവിക്കുന്നില്ല. അതേ അവസരത്തിൽ നമ്മളെ വീടിൻ്റെ പരിസരങ്ങളിൽ തീയുടെ ഏതെങ്കിലും ഭാഗം ആളുകൾ സിഗരറ്റ് വലിച്ചിട്ട് ബീഡി വലിച്ചിട്ട് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ എറിയുന്നവരില്ലേ? അന്നിപ്പോൾ അതില്ല. പിന്നെയാണല്ലോ ഇപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കണത്. അപ്പോൾ ഈ സംവിധാനങ്ങൾ ഇന്ന് അങ്ങനെ എത്ര തീപിടുത്തങ്ങൾ സിഗരറ്റ് വലിച്ചിട്ട് അലക്ഷ്യമായിട്ടാണിതും. എന്നിട്ട് അത് നമ്മുടെ നാട്ടിൽ കരിഞ്ഞ ഇല, പിന്നെ കാട്ടുതീകൾ പടരാൻ കാരണമായി. പിന്നെ പലയിടങ്ങളിലും പിന്നെ വീടിൻ്റെ മുറ്റവും പരിസരങ്ങളും തീപിടുത്തുണ്ടാകാൻ കാരണമായി. ഒരുപാട് ഒക്കെ എന്താ കാരണം? മനുഷ്യൻ്റെ അശ്രദ്ധയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിന് കാരണമാകുന്ന എല്ലാം
ഇസ്ലാം. അതിൻ്റെ കുറ്റം അത് ചെയ്തവനക്കാണ്, ചെയ്യാൻ പാടില്ല. അതാണ് അതിൽ ഏറ്റവും ഗൗരവതരമായ കാര്യം. പിന്നെ പറഞ്ഞത് എന്താണ്? പാത്രം മൂടി വെക്കണം എന്നാണ്. ഭക്ഷണമുള്ള പാത്രം മൂടി വെക്കണം എന്നാണ്. അവിടെ അത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, വെള്ളമുള്ള പാത്രമാണെങ്കിലും ശരി, ഫുഡുള്ള പാത്രമാണെങ്കിലും ശരി, ഒക്കെ മൂടിയിട്ടേ വെക്കാവൂ നമ്മൾ പുറത്തു വെക്കുമ്പോൾ. എത്രത്തോളം ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം അതെങ്കിൽ സമൂഹത്തോട് പറയുന്നുണ്ട്, ഫ്രിഡ്ജുകളിൽ സൂക്ഷിക്കുന്ന ഭക്ഷണപാനീയങ്ങൾ പോലും എന്ത് ചെയ്യരുത്, തുറന്നു വെക്കരുത് എന്നാണ്. തുറന്നു വെക്കരുത് എന്ന്. എന്താ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിന് മൂടില്ലേ? അങ്ങനെയൊക്കെ നമ്മൾ പറയാം. ഫ്രിഡ്ജിന് എന്താ മൂടില്ലേ? അതിനൊക്കെ കാരണം പറയുന്നത് മറ്റ് ഭക്ഷണങ്ങളിലേക്ക് അതിൻ്റെ മണം പടരും, ഫ്രിഡ്ജിൻ്റെ അകത്ത് ദുർഗന്ധം പരക്കും, അതേപോലെ തന്നെ അതിലേക്ക് അണുക്കൾ വരാൻ സാധ്യതയുണ്ട്. പലതും പരസ്പരം യോജിക്കാത്ത നിലക്കുള്ള ഫുഡുകളുണ്ടാകും എന്നൊക്കെ ഉള്ളത് കൊണ്ട് എപ്പോഴും ഫുഡാണോ എന്ത് ചെയ്യണം, നമ്മൾ പാകം ചെയ്തിട്ടുള്ള അത്തരത്തിലുള്ള ഫുഡുകളാണെങ്കിൽ അത് മൂടി വെക്കണം. നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെയുള്ള പാത്രങ്ങൾ, ഭക്ഷണപാത്രങ്ങളൊക്കെ ഇങ്ങനെ തുറന്നിരിക്കും. അത് മൂടി വെക്കാനാണ് കൽപ്പന. മൂടി വെക്കുമ്പോൾ ഒക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്ത് വേണം? ബിസ്മി ചൊല്ലണം. വാതിലടക്കുമ്പോൾ ബിസ്മി ചൊല്ലണം, വിളക്കണക്കുമ്പോൾ ബിസ്മി ചൊല്ലണം. അതിനൊരു കാരണമുണ്ട്. അതിനൊക്കെ കാരണമാണ് ആ ഹദീസിൽ നിങ്ങൾ കേട്ടത്. ബിസ്മി ചൊല്ലി ചെയ്ത ഒന്നിനെയും ശൈത്താനിന് ഇടപെടാൻ കഴിയൂല. അത്ര ദുർബലനാ ശൈത്താൻ. നമ്മൾ ശൈത്താനെ പേടിക്കല്ല വേണ്ടത്. പേടിക്കണം. എങ്ങനെ? നമ്മളെ പഴപ്പിക്കണത് പേടിക്കണം. എന്നാൽ അതേ അവസരത്തിൽ നമ്മൾ ശൈത്താൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശൈത്താൻ ഭയങ്കര സംഭവമാണ്, ഇറങ്ങുന്നിടത്തൊക്കെ ശൈത്താൻ ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ ശൈത്താനെ പേടിക്കല്ല വേണ്ടത്. വളരെ ദുർബലനാണ് അവൻ, വളരെ ദുർബലനാണ്. ഒരു ബിസ്മില്ല കേൾക്കുമ്പോഴേക്ക് അവൻ ആവിയാവും. ഒരു ബിസ്മില്ല കേൾക്കാൻ അവന് ആരോഗ്യമില്ല എന്ന്. അതാ ബാങ്ക് കേൾക്കുമ്പോൾ ഓടുന്ന് പറയുന്നത്. അങ്ങനെയല്ലേ ഹദീസിൽ നമ്മൾ പഠിച്ചില്ലേ? ബാങ്കാണ് കേൾക്കുമ്പോഴേക്കിന് ശൈത്താൻ എന്ത് ചെയ്യാണ്? അതിശക്തമായിട്ട് ഓടുന്നതാണ്. കേൾക്കാത്ത ദൂരത്തൊക്കെ ഓടുന്നു. ശൈത്താൻ്റെ ഓട്ടങ്ങളുണ്ട് അതിശക്തമായ നിലക്ക്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നാട്ടിലൊക്കെ ബാങ്കാൻ വിളിക്കുമ്പോൾ പട്ടികളാണ് ഭയങ്കരമായിട്ട് ചില ഓരിയിടുന്നത് കേൾക്കാൻ സാധിക്കും. അതിലൊക്കെ നമ്മൾ മനസ്സിലാക്കാത്തതും കാണാത്തതുമായ ചില ജീവികളെ അവർ കാണുന്നുണ്ട്. പട്ടികൾ കാണുന്നുണ്ട്, കഴുതകൾ കാണുന്നുണ്ട്, അതേപോലെ തന്നെ കോഴി കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കോഴിയുടെ കൂവൽ കേൾക്കുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനോട് റഹ്മത്തിനെ ചോദിച്ചോളൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്തിനാ? അതൊക്കെ ഒന്ന് കേട്ടാൽ പറയും അന്ധവിശ്വാസമാണ്. എല്ലാം അന്ധവിശ്വാസമല്ല. അന്ധവിശ്വാസം എന്ന് പറഞ്ഞിട്ട് സാധാരണ നമ്മൾ പറയുന്നൊരു ഉദാഹരണമുണ്ട്. ആശാരി മരമൊക്കെ വൃത്തിയാക്കിയിട്ട് ചിപ്പിളി തള്ളുന്ന കൂട്ടത്തിൽ അയാളുടെ പണിയായുധമായ ഉളി തള്ളരുത്. മനസ്സിലായ ഉദാഹരണം? ഈ ഉളി ഉണ്ടെങ്കിലേ അയാൾക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ. ഈ ഉളി ഉപയോഗപ്പെടുത്തിയിട്ടാണ് അയാൾ ശരിക്ക് മരം കൃത്യമായി അതിൻ്റെ മേശയോട്ടെ എന്താണെങ്കിലും അതാക്കി തീർക്കാൻ ഈ ഉളി വേണം. അയാളുടെ പണിയായുധം അയാളുടെ കയ്യിൽ വേണം. പക്ഷേ അതിൻ്റെ ഇടയിൽ അയാൾ വർക്ക് ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്തതൊക്കെ അയാൾ എന്താണ് അടുത്തുള്ളും. അതാണ് ഈ ചിപ്പിളി. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? ഓരോ നാട്ടിലും അതിന് പ്രത്യേക ചെന്തേര്, പലരും പല പേരായിരിക്കും പറയാം. നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇത് മിനുസപ്പെടുത്താനേ പണ്ടൊരു സാധനം ഇട്ടിട്ടിങ്ങനെ ഉരസിയിട്ടല്ലേ ഇത്, അതിനെന്താ പറയാന്ന്. ഞങ്ങളുടെ നാട്ടിൽ ചിപ്പിളി എന്നൊക്കെ പറയും. എന്താ ആവട്ടെ, ആ സാധനം നീക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഉളി നീക്കരുത് എന്ന് പറയും. എന്തിനു ഉദാഹരണം അറിയോ? ബിദ്അത്തുകളെ നമ്മൾ ശക്തമായിട്ട് എതിർക്കണം. ബിദ്അത്തുകളെ ശക്തമായി എതിർക്കണം. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ സുന്നത്തിന് എന്ത് ചെയ്യരുത്? അത് നഷ്ടപ്പെടുത്തരുത് എന്ന്, കളയരുത് എന്ന്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? എല്ലാ അന്ധവിശ്വാസം അങ്ങനെയല്ല. ഇപ്പം നിരീശ്വരവാദികൾക്ക് എല്ലാം അന്ധവിശ്വാസമല്ലേ? അവർക്ക് അള്ളാഹുവിലുള്ള നമ്മളെ വിശ്വാസം തന്നെ എന്താണ്? അന്ധവിശ്വാസമാണ്. അപ്പം അന്ധവിശ്വാസങ്ങൾക്കെതിരെ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പിന്നാലെ കൂടണ്ട. വിശ്വാസം രണ്ടും വേർതിരിക്കാനുള്ള മാനദണ്ഡം ഒരു മുസ്ലിമിൻ്റെ കയ്യിലുണ്ട്. അതെന്താണ്? അത് ഖുർആനും സുന്നത്തുമാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ ഇപ്പം എന്താണ് ഇങ്ങനെ ശൈത്താനിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയും, അതൊക്കെ അന്ധവിശ്വാസമാണെന്നേ. ഇപ്പം ഹദീസിൽ തന്നെ മറ്റൊരു ഹദീസിൻ്റെ ഭാഗവും കൂടി ഞാൻ കേൾപ്പിക്കാം. ഈ വിഷയങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു ഹദീസിൻ്റെ ഒരു ഭാഗവും കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഇതൊക്കെ ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉള്ളതാണ്. ഇദാ കാന ജുൻഹുൽ ലൈലി, രാത്രി സന്ധ്യ മൂവന്തിയായിക്കഴിഞ്ഞാൽ ഔ അംസൈത്തും, അല്ലെങ്കിൽ സന്ധ്യാനേരത്തെത്തിക്കഴിഞ്ഞാൽ, ഫകുഫു സിബിയാനക്കും,
നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പിടിച്ചു വെക്കുവീൻ, കുട്ടികളെ പിടിച്ചു വെക്കുവീൻ. പണ്ട് പ്രായമുള്ള തള്ളാർ കുട്ടികളെ ആ മഗ്‌രിബിൻ്റെ നേരത്തൊക്കെ പുറത്ത് വിടൂല. അത് അന്ധവിശ്വാസമാണ്. അപ്പോൾ ചോദിക്കും ആൾക്കാർ, നിങ്ങളിതൊക്കെ പറഞ്ഞ മനുഷ്യന്മാർ പേടിക്കല്ലാണ്. കുട്ടികളോട് ഇതൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്ക് പേടിയല്ല ഉണ്ടാവുക. പിന്നെ ഇരുട്ടത്ത് കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങോ? പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാവില്ല. ഇനി കുട്ടികളോട് അത് പറയണ്ടേ? ഇത് രക്ഷിതാക്കളോടാ കൽപ്പന, കുട്ടികളോടല്ലല്ലോ പറയേണ്ടത്. കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട ശൈലിയിലേ കുട്ടികളോട് പറയാൻ പറ്റുള്ളൂ. അത് എല്ലാ വിഷയവും അങ്ങനെ തന്നെയല്ലേ. നമ്മളിപ്പോൾ കുട്ടികൾക്ക് മദ്രസ പാഠപുസ്തകത്തിൽ ഹൈദുൻ നിഫാസും കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിക്കൽ എങ്ങനെ? ഇത് 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും ഒക്കെ ഉണ്ട്. അത് അതിൻ്റെ ശൈലിയിലാണ് അപ്പോൾ പഠിപ്പിക്കുക. മുതിർന്നാൽ പിന്നെ അതിൻ്റെ ശൈലിയിൽ പഠിപ്പിക്കും. മറ്റേത് വീട്ടിൽ വന്നിട്ട് ചോദിക്കും ഇതെന്താണ്, അപ്പോൾ അതിനനുസരിച്ച് ഓരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ചോദിക്കും. അവിടെ നമ്മൾ ചൂളിയിട്ട് കാര്യമില്ല. ആ കുട്ടിക്ക് മനസ്സിലാകുന്ന നിലക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ കുട്ടികളെ എന്ത് ചെയ്യണം? സന്ധ്യാസമയത്ത് പുറത്തു വിടരുത് എന്നാണ്. ഏതാണ്? മഗ്‌രിബ് ബാങ്ക് വിളിക്കുന്ന സമയം, അതിനോട് തൊട്ട് മുമ്പുള്ള സമയം, ഇരുട്ടിങ്ങനെ കയറി വരുന്ന സമയം, ഒരു ഇശയാകുന്നത് വരേക്കുള്ള ഇടയ്ക്കുള്ള സമയം, കുട്ടികളെ അലക്ഷ്യമായി പുറത്തേക്ക് കളിക്കാൻ വിടരുത് എന്ന് ആണാ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പം പിന്നെ കഴിച്ചിലായി. കുട്ടികളെ പള്ളികൾക്കൊന്നും വിടണ്ടല്ലോ മഗ്‌രിബിക്ക്. അങ്ങനെ ഹിന്ദിക്കുണ്ടാവും. അത് പ്രത്യേകം പണ്ഡിതന്മാർ പറഞ്ഞു. അത് രക്ഷിതാക്കൾ ബാങ്ക് വിളി കേട്ട് രക്ഷിതാക്കൾ അവരെ പള്ളിയിലേക്കാണ് വിടുന്നത്. അത് സുരക്ഷിത കേന്ദ്രമാണ്. പിന്നെ കുട്ടികളെ കാര്യം പറയണം. എന്താണ്? വലിയവർക്ക് ഇത് ബാധകാവൂലേ? വലിയവർക്ക് എന്താ ശൈത്താന ബാധകാവൂലേ? ബാധകാവും. എപ്പോൾ അവനും ദിക്റും ദുആയൊന്നും ചൊല്ലിയിട്ടില്ലെങ്കിൽ കുട്ടികൾക്കത് ചൊല്ലേണ്ട പ്രായമായിട്ടില്ല. ആ മക്കൾക്ക് പിന്നെ പ്രിക്കോഷൻ എടുക്കാനുള്ള അദ്കാറു സബാഹും അദ്കാറുൽ മസാവും ഒന്നും ചൊല്ലാനായിട്ടില്ല. കുട്ടികളത് ചൊല്ലിയിട്ടുണ്ടാവില്ല. ഒരു 8 വയസ്സിൻ്റെയൊക്കെ താഴെയുള്ള കുട്ടികൾ, അതിലും താഴെ ചെറിയ കുട്ടികളൊക്കെ മുറ്റത്ത് കളിക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ അലക്ഷ്യമായി കളിക്ക്, അങ്ങനെ അവരെ ഒറ്റക്ക് പറഞ്ഞയക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ കുട്ടികളോട് എടാ മുറ്റത്തുനിന്ന് കയറിക്കളാ ശൈത്താൻ പിടിക്കും, അങ്ങനെയല്ല പറയേണ്ടതേ. പറഞ്ഞു കൊടുക്കണോടത്താ പ്രശ്നം. അവിടെ ശൈത്താണ്ടടാ, മുറ്റത്തൊക്കെ ശൈത്താണ്ട്, പിന്നെ ഈ കുട്ടി ഉള്ള മൊത്തം പുറത്ത് കണ്ടിറങ്ങില്ല. അതിനത് പറഞ്ഞു കൊടുക്കേണ്ട ശൈലി എന്താണ്? മോനെ, സന്ധ്യാസമയം വൈകുന്നേരമായി കഴിഞ്ഞാൽ നമ്മളെ കളി നിർത്തേണ്ട സമയമായിക്കണേ. ഇനിയൊക്കെ കയ്യും കാലും ഒക്കെ തേച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് എല്ലാവരും നമ്മളിഞ്ഞി വൈകുന്നേരത്തെ ദിക്റ് ചെല്ലണം, നമുക്ക് പള്ളിയിലേക്ക് പോകണം. അങ്ങനെ പറഞ്ഞൊരു മുസ്ലിമായ ഉമ്മയും ബാപ്പിയൊക്കെ കുട്ടികൾക്ക് വീടകത്ത് നമ്മൾ വൈകുന്നേര സമയത്ത് നമുക്ക് ചൊല്ലേണ്ട ദിക്റുകളുണ്ട്. നിങ്ങൾ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടില്ലേ? ഒക്കെ ചൊല്ലേണ്ട നേരാണ്. ഇനി നമ്മൾ കളിക്കേണ്ട സമയമല്ല, കളിക്കാനൊക്കെ ഒരു സമയമുണ്ട്. ആ സമയം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളിഞ്ഞ് വരണം. നിങ്ങൾ എന്തോല്ല പിന്നെയൊക്കെ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾക്ക് മഗ്‌രിബിന് പള്ളിയിൽ പോകണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറുതൊക്കെ കഴിക്കണം, പഠിക്കാനുള്ള പാഠങ്ങൾ എടുക്കണം, ഖുർആൻ ഓതണം, ദിക്റ് ചൊല്ലണം, പിന്നെ സ്കൂളിൽ നിങ്ങൾക്ക് ഹോംവർക്ക് ചെയ്യണം. ഇങ്ങനെയൊക്കെയാണ് ആ പ്രായത്തിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ആദ്യം തന്നെ കുട്ടികൾ ചോറുന്നുണ്ടെങ്കിൽ കോത്താമ്പി വരും, ഇതാ വരുന്നു, കുട്ടികളെ പിടുത്തക്കാരൻ വരുന്നു, തവളയെ പിടുത്തക്കാരൻ വരുന്നു എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച കുട്ടികൾ പേടിക്കൂലേ? അവൻ പറയാൻ തന്നെ പാടില്ല. ചെറിയ കുട്ടികൾക്കുണ്ട് ഈ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പണ്ട് കോത്താമ്പി എന്നാണ് പറയുക. കോത്താമ്പി വരും, ആ ആൾ വരും, പിന്നെ ആ കുട്ടി ഉറക്കത്തിൽ ഇങ്ങനെ ഞെട്ടിച്ചാടിന്. പിന്നെ പിറ്റേന്ന് മൗലവിമാരടുത്തൊക്കെ പോവും, ഐക്കല്ല് കെട്ടും ചരട് കെട്ടും. ഇത് പറഞ്ഞ് പേടിപ്പിച്ചതാണേ. പിന്നെ ഇങ്ങനെ ഞെട്ടിയോണോ ഈ കുട്ടികൾ? പേടിപ്പിക്കരുത്, പേടിപ്പിക്കാൻ പാടില്ല. കുട്ടികൾക്ക് മനസ്സിലാകുന്ന ശൈലിയിൽ ശാന്തമായി പറഞ്ഞു കൊടുക്കണം, വേറെ ഹിക്മത്തോടുകൂടി. ഇപ്പോൾ ആ കുട്ടിക്ക് ജിന്നും ശൈത്താനൊന്നും മനസ്സിലാകാനായിട്ടില്ല. ഇപ്പോൾ അവനോടാ ശൈത്താന്മാർ ഇറങ്ങി വിലസുന്ന സമയമാണ് ഈ സമയം എന്ന് പറഞ്ഞെടുത്ത കുട്ടിക്കെന്ത്, ഓനെന്ത് ശൈത്താനാ? അവർക്ക് മനസ്സിലാകേണ്ട നിലക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം എന്ത് പറഞ്ഞത്? അത് ഫൈന ശൈത്താന യൻതശിറു ഹീനഇദിൻ, ശൈത്താനിൻ്റെ വിഹാരം നടക്കുന്ന സമയമാണ് എന്നാണ്. ആ മൂവന്തി സമയം ശൈത്താനിന് ഇരുട്ടാണ് ഏറ്റവും ഇഷ്ടം. ഇരുട്ടാകുമ്പോൾ അവരുടേതായ താവളങ്ങൾക്ക് തേടിയിട്ടുള്ള അതിശക്തമായ യാത്രകൾ ശൈത്താൻ ഉണ്ടാകുമെന്നൊക്കെ ഇത് വിശദീകരിച്ചെടുത്ത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ജിന്ന് ശൈത്താൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് കാണാനാവാത്തൊരു അദൃശ്യ ലോകമാണ്. അതിനെപ്പറ്റി ഖുർആനിലും ഹദീസിലും എന്താണോ വന്നിട്ടുള്ളത് അത് പറയുക എന്നുള്ളതല്ലാതെ നമ്മുടെ വകയായിട്ട് വേറൊരു കാര്യങ്ങളും നമ്മൾ പറഞ്ഞുണ്ടാക്കേണ്ട കാര്യം ഇല്ല. ഇതൊക്കെ ഹദീസിൽ വന്ന കാര്യങ്ങളാണ്. അള്ളാൻ്റെ റസൂലാ പറഞ്ഞു തരുന്നത് എന്ത്? ഫൈന ശൈത്താന യൻതശിറു ഹീന ഇതിന്, ശൈത്താൻ പരന്ന് വ്യാപിക്കുന്ന സന്ദർഭമാണത്. അപ്പോൾ ഇനിയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഈ ഹദീസിൽ നമുക്ക് വിശദീകരിക്കാറുണ്ട്. ഒക്കെ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട വളരെ യൂസ്ഫുള്ളായ നിർദ്ദേശങ്ങളാണ് ഈ ഹദീസിൽ നമ്മൾ കേട്ടുകഴിഞ്ഞത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി ഭാഗം
അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും അറിഞ്ഞ നേരനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.